പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. പോറ്റിയെ കയറ്റിയവർ ഓരോന്നായിട്ട് പുറത്ത് ചാടാൻ തുടങ്ങിയില്ലേ. തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റ്. എൻ്റെ റെഗുലർ വ്യൂവേഴ്സിനറിയാം, ഞാനൊരു 3 വീഡിയോളം ചെയ്തിട്ടുണ്ട്. പോറ്റിയുടെ മുകളിൽ ആളുകളുണ്ട്, നിങ്ങൾ പോറ്റിയുടെ താഴത്തേക്കുള്ള ആളുകളെ നോക്കല്ലേ. മനസ്സിലായോ? അവർ ഈ പറഞ്ഞ ചംച്ചാപ്പണി എടുക്കുന്ന ഐറ്റങ്ങളാണ്. പോറ്റിയുടെ മുകളിലോട്ട് നിങ്ങൾ നോക്ക്, ദൈവതുല്യരായിട്ടുള്ള ആളുകൾ. എത്ര ഒരു 1-2 വീഡിയോയിൽ ഞാൻ വളരെ പിൻ പോയിൻ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, തന്ത്രിക്ക് പങ്ക് കാണും, ഷുവറാണ്. കാരണം ബാംഗ്ലൂർ, കേരളം, പിന്നെ ബാക്കി സംസ്ഥാനങ്ങൾ, ഇന്ത്യക്ക് പുറത്ത്, ഇവിടെയൊക്കെയുള്ള സാന്നിധ്യം പോറ്റിയുടെ കൂടെ തന്ത്രിയാണ്. അത് വളരെ എവിഡൻ്റാണ്. ഇനി ഞാനിവിടെ നിങ്ങൾക്കൊരു കാര്യം കൂടിയും പറയാം, ജയറാം പെടും. അടുത്ത ഒരു അറസ്റ്റോ അല്ലെങ്കിൽ അടുത്തൊരു ചോദ്യം ചെയ്യലോ ജയറാം പെടും. ജയറാം മാത്രമല്ല, ആ ബെൽറ്റ് പെട്ട കുറേ എണ്ണങ്ങൾ ക്ഷണ്ണ വരയ്ക്കും. വൈ ബിക്കോസ് എന്നുള്ളതും കൂടി ഞാനിപ്പോൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നു. ഈ കേസ് തന്ത്രിയിൽ നിർത്തില്ല, 2-3 സിനിമ സെലിബ്രിറ്റീസിനും കൂടി എടുത്തു വെച്ച് തന്ത്രിയുടെ മുകളിൽ പോറ്റിയുടെ മുകളിൽ തന്ത്രിയുടെ മുകളിൽ അത് വരില്ല. അത് പുറത്തേക്ക് വരാനുള്ള ഒരു വഴി ഞാൻ കാണുന്നില്ല. ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് EDയും SITയും എല്ലാവരും കൂടി ഇതിന് വേറെ സ്കെച്ച് ഉണ്ടാക്കിയിട്ട് സാധനം നിർത്തിക്കോളും. എന്താണെങ്കിലും കണ്ഠരര് രാജീവർ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കണ്ഠരര് രാജീവർ ദേഹാസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിലാണ്. കണ്ഠരര് രാജീവറിൻ്റെ വീട്ടിൽ SIT പരിശോധന നടക്കുന്നുണ്ട്. ഒബിയസ്ലി ഇപ്പോൾ ED അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഈ EDയുടെ പരിധിയിലും കൂടി കണ്ഠരര് രാജീവർ വരും. അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങളൊക്കെ കുറച്ച് വെളിപ്പെടുത്തേണ്ട പരിപാടികളൊക്കെ വരികയും, വെള്ളപ്പെയിൻറ്റും പുട്ടിയും ബക്കറ്റൊക്കെ ആയിട്ട് രാഹുൽ ഈശ്വർ ഇറങ്ങിയിട്ടുണ്ട്. സ്വന്തം ചാനലിലും കിടന്ന് മെഴുകുന്നുണ്ട്. ബാക്കി ന്യൂസ് ചാനലുകളിലും ചെന്നിട്ട് അടി വാങ്ങി വരുന്നുണ്ട്. അടിതാങ്ങി മകൻ. ഇനിയിപ്പോൾ ഇതിന് പുതിയൊരു നറേറ്റീവ് കൊണ്ടുവരണമല്ലോ. തന്ത്രിയെ കുടുക്കിയതോ അമ്പട്ട വില്ലാടി വീരാ. എന്താണെങ്കിലും നമുക്ക് കണ്ഠരര് രാജീവർ അകത്തായതിൻ്റെ ആ ഒരു കാര്യകാരണങ്ങൾ കുറച്ച് നോക്കാം. തിരുവിതാംകൂർ ദേവസ്വം മാനുവലിലെ തന്ത്രിയുടെ കടമകൾ എടുത്തു പറഞ്ഞായിരുന്നു കട്ടിളപ്പാളി കേസിലെ SITയുടെ റിമാൻഡ് റിപ്പോർട്ട്. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും വാങ്ങുന്ന പ്രതിഫലത്തെ അറിയപ്പെടുന്നത് പടിത്തരമെന്നാണ്. പടിത്തരം ദക്ഷിണയല്ല, പ്രതിഫലമെന്നാണ് SITക്ക് ലഭിച്ച നിയമോപദേശം. അസിസ്റ്റന്റ് കമ്മീഷണറുടെ അതേ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ട തന്ത്രി ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാനും ബാധ്യസ്ഥനാണെന്ന് പ്രത്യേക സംഘം പറയുന്നു. ഈ ഉത്തരവാദിത്തം മറന്നാണ് കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ മൗന അനുവാദം നൽകിയതെന്നായിരുന്നു കണ്ടെത്തൽ. ഇതേ തുടർന്നായിരുന്നു അറസ്റ്റ്. കട്ടിളപ്പാളിയിൽ മൗനാനുവാദമെങ്കിൽ ദ്വാരപാലക ശില്പക്കേസിൽ അനുവാദം നൽകിയതാണ് തന്ത്രിക്ക് കുരുക്കാകുന്നത്. സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾക്ക് ശോഭ മങ്ങിയതിനാൽ അറ്റകുറ്റപ്പണി നടത്താമെന്നായിരുന്നു അനുമതി. എന്നാൽ പാളികൾ ചെമ്പാക്കി മാറ്റി ദേവസ്വം ഉദ്യോഗസ്ഥരെഴുതിയ മഹസറിൽ തന്ത്രി ഒപ്പിട്ടതിലൂടെയാണ് പ്രതിസ്ഥാനത്തെത്തുന്നത്. ചൊവ്വാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രതി ചേർത്തുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. ചൊവ്വാഴ്ചയാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത്. അപ്പോൾ തന്ത്രിയുടെ ഇടപെടലിലെ കൂടുതൽ വിവരങ്ങൾ SIT കോടതിയെ അറിയിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചും വിശദമായി അന്വേഷിക്കും. തിരുവനന്തപുരം സബ് ജയിലിൽ കഴിയുന്ന തന്ത്രിക്ക് രാവിലെ ദേഹാസ്വസ്ഥയുണ്ടായതിനാൽ ആദ്യം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കേസിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ കേസിനെ കുറിച്ച്? താങ്കളുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് SIT പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? ജനറൽ ആശുപത്രിയിലെ പരിശോധനയിൽ ECGയിൽ നേരിയ വ്യതിയാനം കണ്ടതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. പുള്ളിക്ക് പറഞ്ഞ പ്രശ്നം വലിയ വേരിയേഷനുണ്ട്, കുറച്ചൊരു വേരിയേഷൻ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഫർദർ ഇവാലുവേഷനും ഈ പറഞ്ഞ കാലിലെ നീര് ഭാഗത്തിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിക്കാനും മറ്റുമായിട്ട്. മെഡിക്കൽ കോളേജിലെ ICUവിൽ നിരീക്ഷണത്തിലാണ് തന്ത്രി. പോറ്റി, പത്മകുമാർ, തന്ത്രി എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ച് ചോദ്യം ചെയ്യാനും SIT നീക്കമുണ്ട്. അപ്പോൾ ഇതാണ് തന്ത്രിയുടെ കാര്യത്തിലുള്ള അപ്ഡേറ്റ്. ഈ തന്ത്രിയുടെ ഈ ഒരു എന്താ പറയുക അറസ്റ്റിലേക്ക് വഴി വെട്ടിയത് പത്മകുമാറിൻ്റെ മൊഴിയാണ്. നമ്മൾ 1-2 കണ്ടൻറ്റിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പത്മകുമാറിൻ്റെ മൊഴികളും പത്മകുമാറിനെ തുറന്നു പറച്ചിലുകളും വെച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് നല്ല തന്തയ്ക്കുകളെ കിട്ടിക്കൊണ്ടിരുന്നത്. എടേ 2007
2004 മുതൽ ബാംഗ്ലൂരിലെ ജാലള്ളി ആണെങ്കിലും ശ്രീരാംപുരം ആണെന്നുണ്ടെങ്കിലും മല്ലേശ്വരം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് അങ്ങനത്തെ അയ്യപ്പ എന്താ പറയുക പ്രതിഷ്ഠയുള്ള അയ്യപ്പൻ്റെ അമ്പലങ്ങളിൽ കണ്ഠരര് രാജീവറിൻ്റെ സാന്നിധ്യമുണ്ട്. മനസ്സിലായില്ലേ? ആ വ്യക്തി കർണാടകയിൽ എനിക്കിത് 1-2 കാര്യങ്ങൾ ഇതിനകത്ത് എന്നോട് ഷെയർ ചെയ്ത വ്യക്തികളെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഐ ക്യാൻ ഗ്യാരണ്ടി യു വൺ തിങ്, കണ്ഠരര് രാജീവർ അടങ്ങുന്ന ഈ പോറ്റി അടക്കം ഉണ്ടായിരുന്ന ബെൽറ്റുകൾ 2000-ൻ്റെ തുടക്കം മുതൽ, ഓക്കെ, നോട്ട് ദ പോയിന്റ്, 2000-ൻ്റെ തുടക്കം മുതൽ ഒരു 2015 അല്ലെങ്കിൽ ഒരു 12-ൻ്റെ ഉള്ളിലൊക്കെ വരെ മലയാളികളും കന്നഡക്കാരും തമിഴന്മാരുമായ പല ബിഗ് ഷോട്ട്സിൻ്റെ വീട്ടിലും വളരെ വലിയ പൈസയ്ക്ക് പല ഈ പറഞ്ഞ പൂജാ പരിപാടികളും ചെയ്തിട്ടുണ്ട്. ആ ടൈമിലൊക്കെ ആ ബിഗ് ഷോട്ടുകൾ, അവരുടെ കോണ്ടാക്റ്റുകൾ, ഇതൊക്കെ ആരാർക്ക് കൊടുത്തു എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മതി. മനസ്സിലായോ? 2007 ഉണ്ണികൃഷ്ണ പോറ്റിയെ ബാംഗ്ലൂരിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തിക്കുന്നത് ഈ തന്ത്രി ത്രൂ ആണ്. തന്ത്രിക്ക് ഓൾറെഡി ഹെവി കോണ്ടാക്ട്സ് ഉണ്ട്. വൈ? ബിക്കോസ് തന്ത്രി അയ്യപ്പൻ്റെ തന്ത്രിയാണ്. ഏത് വാല്യൂ കൂടും. ഇതൊരു പക്ക ബിസിനസ് പ്ലാൻ ചെയ്യാനൊരു കോൺസ്പിറസി നമുക്ക് പറഞ്ഞൂടെ? കാരണം ബിഗ് ഷോട്ട്സിനൊക്കെ ദൈവതുല്യനായിട്ടുള്ള വ്യക്തിയാണ് തന്ത്രി, ദൈവത്തിന് ഏറ്റവും അടുത്ത ആൾ. ആ വ്യക്തിയിൽ നിന്ന് അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ദൈവം തരുന്ന പോലെ തന്നെയുള്ള അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം മേടിച്ച് തരലാണ്. ദൈവത്തിനെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാനുള്ളൊരു സ്കീം ഉണ്ടാക്കി കൊടുത്താൽ ഒന്നുമല്ലാത്തൊരു പോറ്റിയെ സ്പോൺസറാക്കുന്നു, അയാൾ സ്പോൺസറായി മാറുന്നു. പണ്ടത്തെ കണക്ഷൻസിലൂടെ വന്ന ആളുകളിലൂടെ സ്പോൺസർഷിപ്പ് വരുന്നു, എല്ലാം സേഫായല്ലോ. ഇത് SITയുടെ അന്വേഷണം അങ്ങ് ചെല്ലണം. 2000-ൻ്റെ തുടക്കം മുതൽ അങ്ങനെ വരണം. വന്നു കഴിഞ്ഞാൽ പല പേരുകളും ഇതിനകത്തേക്ക് വരാനും ഇരിക്കാനുള്ള സാധ്യത ഒക്കെ നാം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പത്മകുമാറാണ് ആദ്യമായിട്ട് ഈ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. മൊഴികളിൽ എവിടെയൊക്കെ തന്ത്രിയുടെ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്, ആരുടെയൊക്കെ മൊഴിയിലാണ് തന്ത്രി അറസ്റ്റിലേക്ക് എത്തിയത് എന്നുള്ളതും കൂടി നമുക്കൊന്ന് കണ്ടിട്ട്, ഇന്നലെ നടന്ന ഡിബേറ്റ് ഉണ്ട്, വിനു വി ജോണും രാഹുൽ ഈശ്വറും. നമ്മളൊക്കെ കേരളത്തിൽ കുറച്ച് ആൾക്കാർ മണ്ടന്മാരും കഴുതകളുമാണെന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ വിചാരം. മനസ്സിലായോ? രാഹുൽ ഈശ്വർ വളരെ വലിയ ബുദ്ധിമാൻ, നമ്മളൊക്കെ മണ്ടന്മാർ. ആ സ്കീമിലാണ് മൂപ്പര് ചില സാധനങ്ങൾ പറഞ്ഞു വയ്ക്കാറ്. എന്താണെങ്കിലും ആരുടെയൊക്കെ മൊഴിയിൽ, ഏതൊക്കെ മൊഴിയിലാണ് കണ്ഠരര് രാജീവറിൻ്റെ അറസ്റ്റ് ഉണ്ടായെന്നുള്ളത് നോക്കാം. 2000-ന്റെ ആദ്യ സമയത്തിലൊക്കെ തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തുടക്കം ഉണ്ടാകുന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ 2004 മുതൽക്ക് തന്നെ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നു എന്നുള്ളതാണ് SIT കണ്ടെത്തിയത്. ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിന്റെ തന്ത്രി കൂടിയായിരുന്നു രാജീവ് കണ്ഠരര്. അവിടെ വെച്ചാണ് ഈ ബന്ധം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് നേരെ ശബരിമലയിലേക്ക് തന്ത്രിയെ കൊണ്ടുവരികയും ചെയ്യുന്നത്. 2007-ലാണ് ഒരു പരികർമ്മി എന്നുള്ള നിലയിലേക്ക് തന്ത്രിയെ, അതായത് ഒരു കീഴ്ശാന്തിയുടെ പരികർമ്മി എന്നുള്ള നിലയിലേക്ക് തന്ത്രിയെ കൊണ്ടുവരുന്നത്. പിന്നീട് 2018-ൽ ഈ പരികർമ്മി സ്ഥാനം, അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ അവസാനിപ്പിച്ച് അത്തരം ജോലികൾ അവസാനിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സ്പോൺസർ എന്നുള്ള നിലയിലേക്ക് മാറുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിന് തന്ത്രിയുടെ കൃത്യമായിട്ടുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിന് പുറത്തു നിന്ന് ഈ സ്പോൺസർഷിപ്പിന് വേണ്ടി പണം ലഭിച്ചതിൽ തന്ത്രിയുമായിട്ടുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് തന്ത്രിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. തന്ത്രി അറിയാതെ ആയിരുന്നില്ല ഇതൊന്നും എന്നുള്ളതാണ് SITയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത്. മാത്രമല്ല പത്മകുമാറും ഗോവർദ്ധനും നൽകിയിട്ടുള്ള മൊഴികൾ ഈ കേസിൽ വളരെ നിർണായകമായി എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മകുമാറിന്റെ തന്നെയാണ്. അതായത് രേഖാമൂലം അനുജ്ഞ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോൾ മനസ്സിലായത്. പക്ഷേ പത്മകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ പറയുന്നത് അന്ന് തന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രകാരം, തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കട്ടിളപ്പാളി
ഭാഗമായി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് ഭരണസമിതി നൽകിയിട്ടുള്ളത്. ആ നിർദ്ദേശപ്രകാരമാണ് പിന്നീടുള്ള ഫയൽ നീക്കങ്ങളെല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വഴി നടന്നത് എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് പത്മകുമാറിൽ നിന്നുണ്ടാവുകയും അതിലാണ് പിന്നീട് SIT അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഗോവർദ്ധനും സമാനമായിട്ടുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗോവർദ്ധൻ ശബരിമലയിലേക്ക് സ്പോൺസറായി വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചത് പ്രകാരമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി ഇതിനായി പണം നൽകിയിട്ടുമുണ്ട്. പക്ഷേ ശബരിമലയിലേക്ക് വരുന്ന ഘട്ടത്തിൽ, അതായത് ആദ്യമായി താൻ ശബരിമലയിലേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ സഹായിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നു. താൻ ആദ്യമായി കാണുന്നത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രിയുടെ മുറിയിൽ വെച്ചാണ് എന്നുള്ളതാണ് ഗോവർദ്ധൻ പറഞ്ഞിരിക്കുന്നത്. തന്ത്രിയുമായുള്ള ബന്ധം അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നോട് പറഞ്ഞു. ഇരുവരെയും താൻ പരിചയപ്പെട്ടു, തനിക്ക് തന്ത്രിയെയും അറിയാം. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പരിചയപ്പെടുത്തിയത് പ്രകാരമാണ് തനിക്ക് അറിയാൻ കഴിയുന്നത്. അവർ തമ്മിൽ അത്രത്തോളം അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഗോവർദ്ധൻ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ആ മൊഴിയിൽ പറയുന്നത്. മാത്രമല്ല ദേവസ്വം ജീവനക്കാരും സമാനമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. അതായത് തന്ത്രി പോറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു, അത് അതേപടി തന്നെ ചെയ്യുകയും ഉണ്ടായി, അല്ലെങ്കിൽ ഒരു എതിർപ്പും കൂടാതെ അത്തരം കാര്യങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി എന്നുള്ളതാണ് ദേവസ്വം ജീവനക്കാർ, അന്ന് സന്നിധാനത്തുണ്ടായിരുന്ന ദേവസ്വം ജീവനക്കാർ നൽകിയിട്ടുള്ള മൊഴി. അതായത് തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള കണക്ഷൻ അത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഈ പറയുന്ന മൊഴികളെല്ലാം എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ശബരിമലയിലേക്ക് കൊണ്ടുവരുന്ന കാലഘട്ടം മുതൽക്ക് ആ പാളികൾ കടത്തിക്കൊണ്ടുപോകുന്നത് വരെയുള്ള ആ ബന്ധത്തിന്റെ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണമാണ് ഇനിയിപ്പോൾ നടക്കുക. അതിൽ കേട്ടല്ലോ പലരുടെയും മൊഴികൾ, അതായത് ഇപ്പം അറസ്റ്റിലായവരും പിന്നെ അവിടെയുള്ള ജീവനക്കാരുടെയൊക്കെ മൊഴികളിൽ ഈ പറഞ്ഞ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ കണ്ണികളും അവിടെ SITക്ക് വെളിവാവുകയാണ്. ഇനി ഇവിടെ മെയിനായിട്ട് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഒരു തന്ത്രി കഴിഞ്ഞാൽ ശാന്തി, മേൽശാന്തി, കീഴ്ശാന്തി, പിന്നെ പോറ്റി, അങ്ങനെ ഈ സ്കീം ഇങ്ങനെ പോവും. ഓക്കെ, ഇതൊരു ഒരു ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടിയിലാണിത്. ഇതിനകത്ത് എന്താ മെയിനായിട്ട് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ ഈ തന്ത്രിയായിട്ടുള്ള വ്യക്തികൾക്ക്, തന്ത്രിയായിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് ഈ അമ്പലത്തിൻ്റെ എന്തെങ്കിലും അറ്റകുറ്റപ്പണിക്കോ കേടുപാടിനൊക്കെ അനുജ്ഞ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. ഈ അനുജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്ത്രിക്ക് അറിയിക്കുകയാണ്, വെളിപാടുണ്ടാക്കുകയാണ്, ഇന്ന കാര്യങ്ങൾ അമ്പലത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, ഈ അനുജ്ഞ ദൈവം, അതായത് അയ്യപ്പൻ തന്ത്രിക്ക് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. ഇന്ന സ്ഥലത്ത് ദ്വാരപാലക പാളികൾ മങ്ങി. അപ്പോൾ ആ ഒരു ഉൾവിളി വരികയാണ്. അത് ചിലപ്പോൾ ഉൾവിളിയാവാം, ചിലപ്പോൾ കണ്ണടച്ചിരുന്നപ്പോൾ അശരീരിയായിട്ടായിരിക്കാം, ഉറക്കത്തിൽ വന്ന അയ്യപ്പൻ പറഞ്ഞതായിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേ കവടി നിരത്തിലുള്ള പരിപാടിയിൽ കിട്ടിയതായിരിക്കാം. അപ്പം അങ്ങനെ പല രീതിയിൽ ഈ വെളിപാട് വരാം. ഇതൊരു അനുജ്ഞയായിട്ട് എഴുതി ദേവസ്വത്തിന് കൊടുക്കണം എന്നുണ്ട് ഇത്ര. മനസ്സിലായോ? അതായത് റിച്വൽസിൻ്റെ കസ്റ്റോഡിയൻ, അതായത് ആ അമ്പലത്തിലെ എല്ലാ റിച്വൽസും തന്ത്രവിധികളുടെയും ഫാദർ എന്ന് പറയുന്നത് തന്ത്രിയാണ്. ഓക്കെ, തന്ത്രിയുടെ കസ്റ്റഡിയിൽ ആണോ അവിടുത്തെ സ്വർണവും ബാക്കി പരിപാടികളും മറ്റേ എല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഓക്കെ, അതോ അങ്ങനത്തെ പരിപാടികളോ അല്ലെങ്കിൽ അവിടെയുള്ള വസ്തുക്കളൊന്നും ഇയാളുടെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ പോലും അവിടെയുള്ള വസ്തുക്കളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിലോ എന്തെങ്കിലും ഒന്ന് റിപ്പയർ ചെയ്യണമെങ്കിലോ ഒക്കെ ഇയാൾ അറിഞ്ഞേ പറ്റൂ. തന്ത്രി അറിയാതെ, തന്ത്രിയാണ് ദേവസ്വം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് രാവിലെ വന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ബാക്കി അംഗങ്ങളോ വന്നിട്ട് ഡൂറിനൊരു മങ്ങലുണ്ടോ? ഇതിപ്പോൾ എന്താ ഈ പറഞ്ഞ മറ്റേ പാളിക്കോ പീഠത്തിനോ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഓട്ട വീണോ, ഉറുമ്പരിച്ചോ? ഇതൊന്നും അവർക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. അവർക്ക് തന്ത്രി കൊടുക്കണം ഇൻഫർമേഷൻ, അനുജ്ഞ കൊടുക്കണം. മനസ്സിലായില്ലേ? ഇന്നാലേ ഈ സാധനം ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ സ്കീം. ഇത് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതെന്തിനാ പറഞ്ഞു വെച്ചെങ്കിൽ ബിനു വിജയനും രാഹുൽ ഈശ്വരനും തമ്മിലൊരു ഡിബേറ്റിനകത്ത് ഘോരമായിട്ടുള്ള വാക്തർക്കം നടക്കുന്നുണ്ട്. ലിറ്ററലി രാഹുൽ ഈശ്വരൻ ഇങ്ങനെ നടുപ്പേജ് കീറിയ മാതിരി ബിനു വിജയൻ കീറി ഇട്ടിട്ടുമുണ്ട്. എന്നാലും കടന്നു മെഴുകുന്നുണ്ട് രാഹുൽ ഈശ്വർ. കാരണം സ്വന്തക്കാരായിപ്പോയില്ലേ. നമ്മൾ കാണണം ഈ ആയിട്ട്, ഇത് കാണാതെ പോയത് മലയാളികൾ.
തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവായ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? അല്ല, തന്ത്രിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ല, ഈ അനുജ്ഞ അതായത് ദേവന്റെ അനുജ്ഞ നൽകേണ്ട ഉത്തരവാദിത്വം അത് അഡ്മിനിസ്ട്രേറ്റീവ് ആണോ? കറക്റ്റ് അല്ല, ആചാരപരമാണ്. അയ്യപ്പന്റെ അനുജ്ഞ നൽകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അല്ല, ആചാരപരമാണ്. അത് ഉത്തരവാദിത്തമാണോ? അത് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണോ? അല്ലല്ല, അത് എന്നൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് പറയുന്നു. എങ്ങനെ SITക്ക് മനസ്സിലായി? രേഖകളിൽ നിന്ന് മനസ്സിലായി. രേഖകളിൽ നിന്ന് മനസ്സിലായി. താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് ഇതെങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലാവുന്ന രേഖകളിൽ നിന്നാണ്. കാര്യം തന്ത്രിക്ക് അത് പറയാൻ കഴിയൂ. ഇല്ല, കാര്യം തന്ത്രിക്ക് അല്ല കാര്യം പറയാം. കാര്യം തന്ത്രിക്ക് സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. മാത്രമല്ല, ഗുരുവായൂരും ആറ്റുകാലത്തും ചക്കുളത്തുകാവിലും എല്ലാത്തിലും തന്ത്രിയാണ് അതിന്റെ റൈറ്റ് സാർ. തന്ത്രിയല്ലേ പരമാധികാരി. തന്ത്രി കാര്യം വ്യക്തമായി. ഇതുവരെ അയ്യപ്പന് വേണ്ടി, അയ്യപ്പന്റെ സ്വത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ സ്വന്തം കുടുംബത്തിലെ ഒരാൾ പിടിക്കപ്പെട്ടപ്പോൾ നേരെ പ്ലേറ്റ് തിരിച്ചു. ഇതാണ് അയ്യപ്പന്റെ സ്വത്തിന് വേണ്ടിയാണ്. അതിൽ നിന്ന് ഫോക്കസ് തെറ്റിക്കാനുള്ള കള്ളത്തരമാണ്. യഥാർത്ഥ കൊള്ളക്കാരെ രക്ഷിക്കാനുള്ള കള്ളത്തരമാണ്. യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ തന്ത്രിയെ ബലി കൊടുക്കുകയാണ്. തന്ത്രിയുടെ മേലിൽ കേസ് കെട്ടിവെച്ച് യഥാർത്ഥ ആൾക്കാരിലേക്ക് കേസ് വരാതിരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങളെ മിസ്ലീഡ് ചെയ്യുകയാണ്. രാഹുൽ ഈശ്വറെ, ഇതെന്താ പറയുക, രാഹുൽ ഈശ്വർ ഇങ്ങോട്ട് ഒച്ചയും ഉണ്ടാക്കി പറഞ്ഞിട്ട് നാട്ടുകാരെ അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്, റൂട്ട് മാറ്റിവിടുകയാണ്. എഗെയിൻ ഞാൻ പ്രേക്ഷകരോട് പറയുന്നു, റിച്വൽസ് വേറെ, ഡിപ്പാർട്ട്മെൻറ്റ് വേറെ. ഓക്കെ, ഒരു അമ്പലത്തിലെ ആചാരവിധികൾ തന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്കില്ല. അതിലൊരു ദേവസ്വം ബോർഡിൻ്റെ മെമ്പറിനും കയറിയിട്ട് എന്ത് പറയാൻ പറ്റില്ല, ഇന്ന ആചാരവിധി വേണം അതൊന്നും പറയാൻ പറ്റില്ല. റിച്വൽസിൻ്റെ ഹെഡ് തന്ത്രിയാണ്. അങ്ങനെ തന്ത്രിയാണ് എന്നിരിക്കെ ഏതൊരു അമ്പലത്തിലും ആ അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിനും അമ്പലത്തിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ദൈവികമായ ഏതൊരു പ്രോപ്പർട്ടിയിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തന്ത്രി അറിയാതെ നടക്കില്ല. തന്ത്രിക്ക് വെളിപാട് കിട്ടണം. ഇപ്പം പറഞ്ഞില്ല, അയ്യപ്പൻ വന്ന് പറഞ്ഞു SITയോട്, അയ്യപ്പന് തന്ത്രിയോട് വന്ന് പറയാമെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ വിശ്വാസികളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വിശ്വസിപ്പിക്കാന്നുണ്ടെങ്കിൽ SITയോടും വന്ന് പറയാൻ SITയോട് പറയാൻ പറ്റില്ലേ? SITയോട് എന്താ അയ്യയാണോ അയ്യപ്പൻ തന്ത്രി ചവിട്ടിൽ മാത്രം പോയേ പറയൂ? രാഹുൽ ഈശ്വർ, ഏത് നൂറ്റാണ്ടിലാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്? പറ്റിച്ച് ജീവിച്ച് മതിയായില്ലേ നിങ്ങളെ കൂട്ടർക്ക്? സീരിയസ്ലി മാൻ, പറ്റിച്ച് തിന്ന് നക്കി ജീവിച്ചിട്ട് മതിയായില്ലേ? എന്തിനാ ഈ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? തന്ത്രിയുടെ അടുത്ത് പോയി പറയാൻ പറ്റുന്ന അയ്യപ്പൻ, അങ്ങനെ വിശ്വസിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിശ്വസിച്ചൂടെ? SITന്റെ അടുത്ത് പോയി പറഞ്ഞത് അയ്യപ്പൻ അതെന്റെ സ്വർണം കട്ടോണ്ട് പോയി ഈ തന്ത്രിയും ടീമും ഒന്ന് പിടിക്കണം മക്കളെ പറഞ്ഞൂടെ? അല്ലെ, ദൈവത്തിന് അങ്ങനെ ഇന്ന ആൾക്കാരും ഒക്കെ ഉണ്ടോ? ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു നിങ്ങൾ ആൾക്കാരുടെ അടുത്ത് മാത്രമേ സംസാരിക്കൂ, നിങ്ങളാണ് അതിൻ്റെ മെയിൻ മീഡിയേറ്റർ എന്നുള്ളത്. കാലം മാറി. അയ്യപ്പനൊക്കെ AI ആണ് ഇപ്പോൾ. എല്ലാവരുടെ ഫോണിലും കിട്ടും. ആർക്ക് വേണം അയ്യപ്പനോട് സംസാരിക്കാം, അങ്ങനെ കൂട്ടിയാൽ മതി. അതായത് ശബരിമല അമ്പലത്തിലെ തന്ത്രിക്ക് അനുജ്ഞ കൊടുക്കാൻ പറ്റണം. ദൈവവിളിയിൽ തോന്നിയ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു മാറ്റം ഒരു വസ്തുവിൽ വരുത്താൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയ്യപ്പന് വേണ്ടി എന്തെങ്കിലും വേണമെന്ന് അയ്യപ്പൻ പറഞ്ഞതായിട്ടൊക്കെ ഈ പറഞ്ഞ തന്ത്രിക്ക് വെളിപാട് വന്നാൽ അത് അറിയിക്കാനാണ് ഈ അനുജ്ഞ എന്ന് പറഞ്ഞ സാധനം. മനസ്സിലായോ? ഇതൊന്നും ആരും എന്നും ചോദിക്കില്ല. ഇതൊക്കെ കാലാകാലം മുക്കാം നക്കാം തിന്നാന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കീമിൽ അങ്ങനെ കൊണ്ടുപോയത് കൊണ്ടാണ് ഇപ്പം ഇരുന്ന് മെഴുകേണ്ട അവസ്ഥ വന്നത്. ട്രാവൻകൂർ ദേവസ്വം മാനുവൽ വോളിയം 2/14 പൊസിഷൻ ഓഫ് തന്ത്രീസ് അനുശാസിക്കും പ്രകാരം ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായ ശബരിമല തന്ത്രി പദവി 2018-19 കാലഘട്ടത്തിൽ വീണ്ടും വഹിച്ചിരുന്ന 13ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠർ രാജീവര് ശബരിമല ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ തന്ത്രി എന്ന നിലയിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും പരിഭാവനതയും ആത്മീയ മൂല്യവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്രകാരം ഇരിക്കെ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽക്കട്ടിലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികളും രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികളും കട്ടിളയുടെ മുകൾപ്പടി സ്വർണം പതിച്ച ചെമ്പുപാളിയും കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണം പതിച്ച ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന 2 പ്രഭാമണ്ഡല പാളികളും അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച പ്രൊസീഡിങ്സ് പ്രകാരം 18/5/2019 തീയതി ഇളക്കിയെടുത്ത് സ്വകാര്യ വ്യക്തിയായ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് ദേവൻ്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്നുള്ള അറിവും
13-ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠര് രാജീവര് ആചാരലംഘനം ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെയും ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രി 13-ാം പ്രതി കണ്ഠര് രാജീവര് ദേവസ്വം ബോർഡ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേൽപ്പറഞ്ഞ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ കുറ്റകരമായ മൗനാനുവാദം നൽകി വീഴ്ച വരുത്തിയിട്ടുള്ളതായി ഇടവമാസ പൂജയ്ക്കായി 14/5/2019 ശബരിമല നട തുറന്ന് അതിൻ്റെ തീയതികളൊക്കെ പറയുന്നു. കണ്ഠര് രാജീവര് ചുമതല വഹിച്ച് ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന കാലയളവിനുള്ളിൽ ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപാളികളും അഴിച്ചെടുത്ത് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ തീയതിയിലെ ഉഷപൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അത്താഴപൂജയ്ക്കും രാജീവര് ചുമതല വഹിച്ചു. അതൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ കാരണമായി പറയുന്നതാണ്. സന്നിധാനത്ത് സന്നിഹിതനായിരുന്നുവെന്ന് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ശേഖരിച്ച തെളിവ് രേഖകൾ വിശകലനം ചെയ്തതിൽ നിന്നും രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളിൽ നിന്നും വെളിവായിട്ടുള്ളതിൽ നിന്നും ശബരിമല ശ്രീകോവിലിൻ്റെ പ്രധാന വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലങ്ങളും അഴിച്ചെടുത്ത് തുടർന്ന് ശ്രീകോവിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലങ്ങളും സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് കൽത്തൂണുകൾ മാത്രം കാണാമെന്നിരിക്കെ ശബരിമല ശ്രീകോവിൽ പ്രവേശിച്ച പതിവ് പൂജകൾ നടത്തിയ 13-ാം പ്രതി കണ്ഠര് രാജീവര് ശ്രീകോവിലിൻ്റെ വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപാളികളും ഇളക്കിയെടുത്ത വിവരം നിശ്ചയമായും അറിവുണ്ടായിരുന്ന കാര്യം തന്ത്രിയുടെ അനുമതിയോടെ അല്ല ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളികളും മറ്റും ഇളക്കിക്കൊണ്ട് പോയതെങ്കിൽ 13-ാം പ്രതി കണ്ഠര് രാജീവര് ആയതിനെക്കുറിച്ച് ദേവസ്വം ബോർഡിനെ രേഖാമൂലം അറിയിക്കുകയോ ആചാരലംഘനം നടത്തി മുതലുകൾ കൊണ്ടുപോയതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുകയോ ചെയ്യാതെ കുറ്റകരമായ മൗനാനുവാദം നൽകി. പിന്നെ അദ്ദേഹം പ്രഭാമണ്ഡലപാളികളും ഈ സാധനങ്ങളൊക്കെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് രാജീവർ അറിഞ്ഞിട്ടും രാജീവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വെളിവായിട്ടുള്ളതുമാണ്. തന്ത്രിയുടെ അനുമതിയില്ലാതെ ശബരിമലയിൽ നിന്നും കട്ടിളപ്പാളികളും മറ്റു വിളക്കിക്കൊണ്ടുപോയ വിവരം ശ്രദ്ധയിൽപ്പെടുത്തുകയോ നടപടി സ്വീകരിക്കുകയോ കുറ്റകരമായ മൗനാനുവാദം നൽകിയതിലും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മാനുവൽ വോളിയം 2 ചാപ്റ്റർ അത് പറയുന്നുണ്ട്. അത് അനുശാസിക്കും പ്രകാരം ദേവസ്വത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണികൾ ദേവസ്വത്തിൽ വെച്ച് തന്നെ ചെയ്യണമെന്നും ക്ഷേത്രത്തിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്നും UB ഗ്രൂപ്പ് സ്വർണം പതിക്കുമ്പോൾ ആ പണികളൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നതെന്നും ഒക്കെ അറിയാവുന്ന ആൾ ഇതൊന്നും ചെയ്തില്ല. അതാണ് കുറ്റകരമായ മൗനവും ഗൂഢാലോചനയും. കണ്ഠര് രാജീവറിൻ്റെ കേസിൽ ഇതാണ് കുറ്റപത്രത്തിൽ SIT പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. ഒന്നില്ലെങ്കിൽ കളവ് ലീഡ് ചെയ്തു, അല്ലെങ്കിൽ കള്ളന്മാർക്ക് കൂട്ടുനിന്നു, മൗനാനുവാദം നൽകി. ഈ തന്ത്രി എന്ന് പറഞ്ഞ വ്യക്തി അറിയാതെ ഇവിടെ ഒരു കൃത്രിമവും അവിടെ നടക്കില്ല. ഒരു ക്ലർക്കായി ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാൾ തന്ത്രിയായി പിന്നെ വന്ന് അയാൾക്കുണ്ടായ വളർച്ച ഇനി ED അന്വേഷിച്ചോളൂ. ഓക്കെ, ED അന്വേഷിച്ചോളൂ. ഇതിനകത്ത് അനുജ്ഞ നൽകുക എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വറിന് അതുകൊണ്ട് സമ്മതിച്ചു തരാൻ പറ്റുന്നില്ല. ഈ അനുജ്ഞ നൽകുന്നതിന് വേറെ സ്കീമുണ്ട്. ഇതിപ്പോൾ അനുജ്ഞ നൽകിയെന്ന് വിചാരിച്ചോ, അതായത് ഒരു ദിവസം രാവിലെ വന്നിട്ട് ഒരു കഥ പോലെ പറയാം. ഒരു ദിവസം രാവിലെ കണ്ഠര് രാജീവര് കിടന്നുറങ്ങുകയാണ്. അയ്യപ്പൻ ചെവിയിൽ വന്ന് പറയുകയാണ്, കട്ടിലപ്പാളി ഒന്ന് ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട്, കണ്ഠര് രാജീവര് തന്ത്രി ഒന്ന് നോക്ക്, എനിക്കത് കണ്ടിട്ട് സഹിക്കണില്ല, അതിൻ്റെ ഉള്ളിൽ ഇരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ പോയി. കണ്ഠര് രാജീവര് അപ്പത്തേക്ക് നീക്കുന്നു, പ്രശ്നം വയ്ക്കുന്നു, ദേവപ്രശ്നം വയ്ക്കുന്നു. ഹൈ പോയി, കട്ടിലപ്പാളിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇന്നലെ രാത്രി നോമിനോട് പറഞ്ഞു എന്ന് ഇത് പറയുന്നു. ഇത് വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ദേവസ്വം ബോർഡ് ഓടി വന്നിട്ട് തയ്ച്ചുകൊണ്ടിട്ട് പണിയുന്ന പരിപാടിയില്ല. അവിടെ എവിടെയാണ് തന്ത്രിയുടെ റൈറ്റ്സ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് അനുജ്ഞയായി കൊടുക്കണം. ഈ അനുജ്ഞ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പേപ്പർ അങ്ങോട്ട് കൊടുക്കണം ദേവസ്വം, എന്താണ് അനുജ്ഞയിൽ എഴുതുന്നത്. അപ്പം കണ്ഠര് രാജീവര് അത് മേടിച്ചിട്ട് പറയും, ഇതാ കട്ടിലപ്പാളി ഇളകി എന്നുള്ളത് ഇന്ന സമയത്ത് ഇത് മാറ്റണം, ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് മാറ്റുക, ഇതാണ് തന്ത്രവിധി പ്രകാരം ഇത് മാറ്റണം, അത് മാറ്റുമ്പോൾ ഇന്ന സൈസിൽ ഇത്ര സ്വർണം ഭൂഷണം ഇത്ര വലുപ്പത്തിൽ ഇന്ന സ്ഥലത്ത് വെക്കണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അടി തെറ്റാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു അനുജ്ഞയാണ് കൊടുക്കും. ഇവിടെ അനുജ്ഞ കൊടുത്താലും ഇയാളകത്താവും, അനുജ്ഞ കൊടുക്കാത്തപ്പോഴും ഇയാളകത്തായി. മനസ്സിലായോ? കാരണം തന്ത്രിക്ക് അനുജ്ഞ കൊടുത്തും ഈ സാധനങ്ങൾ ഇവിടുന്ന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി ഇവരോട് പറയാം. കൊടുക്കാതിരുന്നാലും ഇയാൾ ഈ കോൺസ്പിറസിയുടെ ഭാഗമാണ്. ഏത്? വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന, അയ്യപ്പൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്ന അയ്യപ്പൻ്റെ ഗാർഡിയൻസ് അല്ലേ തന്ത്രിമാർ. ഇതെന്തായാലും കോടതിയിൽ ഇയാൾക്കെതിരെ നിൽക്കുമെന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം തന്ത്രവിധികളും തന്ത്രവും ഒക്കെ ആയിട്ട് കോടതിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊക്കെ നിൽക്കുമെന്നുള്ളത് സംശയകരമായിട്ടുള്ള കാര്യമാണ്. അത്യാവശ്യം നല്ലൊരു വക്കീൽ പോയി വാദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്ത്രി ED അന്വേഷണത്തിൽ വേറെ
കാശിൻ്റെ ഇടപാടൊന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ SIT ഇട്ട സാധനത്തിൻ്റെ മുകളിൽ ചിലപ്പോൾ പോരും. പക്ഷേ ED അന്വേഷണത്തിലെങ്ങാനും കാശിൻ്റെ പരിപാടികളോ വന്നാൽ കണ്ടു നമ്പിക്കേണ്ടി വരും. രാഹുൽ ഈ അനുജ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? അനുജ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണ്? താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത മറുപടി പറയുമ്പോൾ, താങ്കൾക്ക് പറ്റാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ദേഷ്യമല്ല, ഞാൻ പറയാം അനുജ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയൂ, അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയൂ. ആ അനുജ്ഞ കൊടുക്കുന്നത് കറക്റ്റ്, തന്ത്രി ധ്യാനത്തിലിരിക്കും. അയ്യപ്പനോട് ധ്യാനത്തിൽ ദേവന്റെ പിതൃസ്ഥാനീയനായ തന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതൊരു സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലാതെ അയ്യപ്പന് തന്ത്രി എഴുത്തെഴുതി കൊടുക്കില്ല. അയ്യപ്പൻ തിരിച്ചെഴുതിയല്ല മറുപടി തരുന്നത്. രണ്ട്, SITക്ക് എങ്ങനെ മനസ്സിലായി അനുജ്ഞ കൊടുത്തില്ല എന്ന്? എന്നാൽ വീണ്ടും കേൾക്കൂ, അനുജ്ഞ രേഖാമൂലം കൊടുക്കും. അനുജ്ഞ രേഖാമൂലമാണ് കൊടുക്കുന്നത്. അതൊരു രേഖയാണ്. അത് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ എഴുതി കൊടുക്കേണ്ട രേഖയാണ്. തന്ത്രി എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ് അനുജ്ഞ. താങ്കൾക്ക് വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ. ഈ രേഖകൾ മുഴുവൻ അവിടെ ഉണ്ട്. ദേവസ്വം ബോർഡിൽ പല തന്ത്രിമാർ കൊടുക്കുന്നത്. അത് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിന് രേഖാമൂലം കൊടുക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും. ശ്രീ വിനു, രേഖാമൂലം കൂടുതൽ അമ്പലങ്ങളിൽ ചെലവഴിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അല്ല, അമ്പലത്തിൽ ചെലവഴിക്കേണ്ട, ഇത് രേഖ കണ്ടാൽ മതി. അമ്പലത്തിൽ ചെലവഴിക്കുന്നവർ ദേവസ്വം ബോർഡിന്റെ രേഖ കാണില്ലല്ലോ, അത് വേറെ പണിയല്ലേ. ഞാൻ പറയുന്നത് രേഖാമൂലം എഴുതി കൊടുക്കണം. അത് ഇപ്പോഴത്തെ തന്ത്രി, അതായത് കണ്ഠര് മോഹനരുടെ മകൻ മഹേഷ് മോഹനര് ഈ 2014 കൊണ്ടുപോകുന്നതിന് എഴുതി കൊടുത്തതിൻ്റെ രേഖയുണ്ട്. അതൊരു രേഖയാണ്. അത് അവരുടെ ലെറ്റർ ഹെഡിൽ ഈ അനുജ്ഞ എഴുതി കൊടുക്കണം. അതുകൂടി വാങ്ങി വെച്ചിട്ടാണ് അടുത്ത പ്രൊസീജിയറിലേക്ക് പോകുന്നത്. ഇവിടെ അത് കൊടുക്കേണ്ട രാജീവർ അത് കൊടുത്തിട്ടില്ലെന്നാണ് അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് കൊടുക്കാതെ അത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. അത് കൊടുക്കാതെ കൊണ്ടുപോയെങ്കിൽ തടയേണ്ട ഉത്തരവാദിത്വം, അക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ട്. അത് രേഖാമൂലം അറിയിക്കണം. ഞാൻ അനുജ്ഞ കൊടുക്കാതെ, ദേവൻ്റെ അനുജ്ഞ വാങ്ങാതെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അത് ആചാരങ്ങളുടെ ലംഘനമാണ്, പ്രൊസീജിയറിൻ്റെ ലംഘനമാണ്. അത് രേഖാമൂലം അറിയിക്കണം. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ കൊടുക്കേണ്ട അനുജ്ഞ കൊടുത്തിട്ടില്ല. അനുജ്ഞ ഇല്ലാതെയാണ് ഇത് ഇളക്കിക്കൊണ്ട് പോകുന്നതെന്ന് അറിയാവുന്ന തന്ത്രി അക്കാര്യം രേഖാമൂലം എഴുതി കൊടുക്കുകയോ തടയുകയോ ചെയ്തില്ല. ഇതാണ് കുറ്റം. ഇതാണ് ഗൂഢാലോചന. ഇതാണ് പോറ്റിക്ക് ഒത്താശ ചെയ്യൽ. ഇതാണ് അയ്യപ്പൻ്റെ സ്വർണം കത്തുന്നതിന് നിലനിൽക്കും. ഇത്രയൊക്കെ കേട്ടിട്ട് രാഹുൽ ഈശ്വർ, എൻ്റെ പൊന്നു മനുഷ്യ, ലേശെങ്കിലും ഒരു ഉളുപ്പുണ്ടാവും എനിക്ക് ചോദിക്കാനുള്ളത്. എടീ, അയ്യപ്പനാണ് അനുജ്ഞ കൊടുക്കേണ്ടത്. ഓക്കെ, ദൈവമാണ് തന്ത്രിക്ക് അനുജ്ഞ കൊടുക്കേണ്ടത്. എല്ലാ തന്ത്രിമാരും നല്ലവരാ? അല്ല, എല്ലാ മനുഷ്യന്മാരും നല്ലവരാണോ? ഒറ്റ ചോദ്യം. അപ്പോൾ ദൈവത്തിൻ്റെ അനുജ്ഞ എന്ന് പറഞ്ഞിട്ട് തന്ത്രി പറയുന്നത് നമ്മളെങ്ങനെ വിശ്വസിക്കും? ഇവിടുത്തെ അമ്പലങ്ങളിൽ അപ്പം എത്ര കൊള്ള നടന്നിട്ടുണ്ടാവും, എന്തൊക്കെ സാധനങ്ങൾ ഇവരൊക്കെ മാറ്റിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ പുറത്ത് പോയിട്ടുണ്ടാവും, എന്തൊക്കെ അവർ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കൊണ്ടുപോയി ഇങ്ങനെ കൊട്ടില്ലേ ഭക്തന്മാർ, സ്വർണമായിട്ടും രത്നമായിട്ടും സമ്പത്ത് കൊണ്ടുപോയി ഇങ്ങനെ കൊട്ടിക്കല്ലേ. ഇവരൊക്കെ വെറുതെ പണിയെടുക്കുന്ന, ഓശാരത്തിന് പോയി പണിയെടുക്കുന്നവരില്ല, മനസ്സിലായോ? ഗവൺമെൻറ്റിൻ്റെ കാശ് മേടിച്ച് പണിയെടുക്കുന്ന ടീംസാണ്. ഉത്തരം പറയേണ്ടി വരും ഇതിനൊക്കെ. അതായത് ഭഗവാന്റെ പിതൃസ്ഥാനീയനായിട്ടുള്ള പിതാവ് പ്രത്യേക ഒരു സാഹചര്യത്തിൽ മകൻ്റെ കുറച്ച് ആഭരണങ്ങൾ അടിച്ച് മറ്റും കൂട്ടുന്നു. പച്ചയ്ക്ക് പറഞ്ഞാൽ അതാണ്. ഏത് അയ്യപ്പന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അയ്യപ്പൻ എവിടെ നിന്നൊക്കെയോ SITനെ ഒപ്പിച്ച് അന്വേഷണമായിട്ട്, ഞാൻ എവിടെയോ രാഹുൽ ഈശ്വർ എന്നൊരു പത്രസമ്മേളനത്തിൽ പറയുന്നത് കണ്ടു, KGFലെ റോക്കി ബായ് ഒന്നുമല്ലല്ലോ മറ്റേ വന്ന് റിവെഞ്ച് എടുക്കാമെന്ന്. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യപ്പൻ്റെ കഥകൾ ശരിക്ക് ഒന്നും കൂടി ഇരുത്തി വായിക്കുക. റിവെഞ്ചാണോ? അപ്പോൾ അയ്യോ, അത് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസങ്ങളിൽ പോയിട്ട് നമ്മൾ മഹിഷിമർദ്ദനം അടക്കം നോക്കുക. അത് വിട്, പോട്ടത് ഇനി പറയുന്നില്ല. ഇതിൽ തന്ത്രിയുടെ മുകളിൽ മന്ത്രി വരുമോ, മന്ത്രിക്ക് മുകളിൽ വേറെ ഇറ്റലി വരുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അനുജ്ഞ എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാത്തതിൽ ദുരൂഹത ഉണ്ട്, വളരെ വലിയ ദുരൂഹത ഉണ്ട്. കാരണം അയ്യപ്പൻ തന്ത്രിയോട് പറയാതെ
തന്ത്രി അയ്യപ്പൻ പറഞ്ഞു എന്ന് പറയാതെ ശബരിമലയിൽ നിന്ന് കണ്ട സാധനമൊക്കെ അവർ മാറ്റി പൂശലും എടുക്കലും കൊട്ടുക്കലും ഒക്കെ ആവുമ്പോൾ അതിനൊക്കെ ഒരു അക്ഷരം മിണ്ടാതെ ഇയാൾ അത്രയും കാലം നിന്നു. ഇപ്പം SIT പിടിക്കുമ്പോഴാണ് ഇതൊക്കെ പുറത്ത് വരുന്നത്. ഇതുവരെ ഇയാൾ ഇതിനിടയിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചൊക്കെ ഇയാൾ മീഡിയ ചോദിക്കുന്ന സമയത്തൊക്കെ സ്വാമി ശരണം അയ്യപ്പാന്ന് പറഞ്ഞ് പോവായിരുന്നു. കൊള്ളാം. എന്താണെങ്കിലും കളിപ്പിക്കഴിഞ്ഞ് 4 പത്രസമ്മേളനവും 3-4 വീഡിയോ ഒക്കെ ആയിട്ട് 4-5 ചാനലിലൊക്കെ രാഹുൽ ഈശ്വർ വരും. കോമഡിയാണ്. പറയാനുള്ളത് ഇവിടുത്തെ നാട്ടുകാരായ ഭക്തന്മാരോടാണ് പറയാനുള്ളത്. കട്ടവരുടെ കൂട്ടത്തിൽ ആരൊക്കെയാ നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടാൽ മതി.